ഇറാനുമായുള്ള സൈനിക ഏറ്റുമുട്ടലിൽ അമേരിക്കൻ സേന നേരിട്ട നാശനഷ്ടങ്ങളുടെ വ്യാപ്തി പുറത്തുവന്നു. പെന്റഗണിന്റെ ഔദ്യോഗിക ഡേറ്റാബേസിൽ വരുത്തിയ മാറ്റത്തോടെ ഇതുവരെ 624 US സൈനികർക്ക് പരിക്കേൽക്കുകയും 18 പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് കണക്ക്. പെന്റഗണിന്റെ വെബ്സൈറ്റിൽ പരിക്കേറ്റവരുടെ എണ്ണം പെട്ടെന്ന് കുറയുകയും കൊല്ലപ്പെട്ട ചില സൈനികരുടെ പേരുകൾ ഒഴിവാക്കപ്പെടുകയും ചെയ്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ടി ജി സൈത്ത് വിവരങ്ങളുമായി ചേരും. സൈത്ത്, ഇതിപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ യുദ്ധം ഒരു കനത്ത നഷ്ടമാണ് എന്ന കണക്കുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അവർക്ക് ചിലവാകുന്ന പണത്തിൻ്റെതായാലും നഷ്ടപ്പെടുന്ന സൈനികരുടേതായാലും ഒക്കെ കണക്കുകൾ ഏറെയാണ്. അതിപ്പോൾ പെന്റഗണിന് പോലും ഇത്തരം അബദ്ധങ്ങൾ പറ്റുന്നതാണ് അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകളായിരിക്കുന്നത്. തീർച്ചയായിട്ടും രഞ്ജിത്ത്, അമേരിക്കയുടെ സൈനിക ചെലവ്, അതായത് ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ എത്ര നഷ്ടമുണ്ടായെന്ന കൃത്യമായൊരു കണക്ക് പുറത്തുവിടാൻ ഇതുവരെയും പെന്റഗൺ തയ്യാറായിട്ടില്ല. ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ട ചില കണക്കുകൾ സംബന്ധിച്ച അവ്യക്തതകൾ ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. സെനറ്റർമാർ അമേരിക്കൻ കോൺഗ്രസിൽ ഈ വിഷയത്തിൽ ശക്തമായ വിമർശനം ഉന്നയിച്ചു. അമേരിക്കൻ മാധ്യമങ്ങളും ഒപ്പം തന്നെ അഭിഭാഷകരുമടക്കം കടുത്ത വിമർശനം ഉന്നയിച്ചതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഒരു സമഗ്രമായ അഴിച്ചുപണിക്ക് പെന്റഗണിൻ്റെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ ഇത്തരമൊരു തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഈ കണക്ക് പ്രകാരമാണ് 624 പേർക്ക് പരിക്കേൽക്കുകയും 18 സൈനികരുടെ ജീവൻ നഷ്ടമായതും സംബന്ധിച്ച അറിയിപ്പ് ഔദ്യോഗികമായി തന്നെ അമേരിക്ക സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഈ കണക്കും പൂർണ്ണമല്ല എന്നതാണ് പുറമേയുള്ള ഔദ്യോഗിക ഏജൻസികളുടെ നിരീക്ഷണം. ഇതിൽ 42 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ അമേരിക്ക ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് തയ്യാറാക്കിയ അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള പല വിമാനങ്ങളും സൈനിക ഉപകരണങ്ങളും അടക്കം ഈ നാശനഷ്ടത്തിൽ പെട്ടിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം ട്രംപ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായത് 60 ദിവസത്തിലധികം വരുന്ന മറ്റേതെങ്കിലും രാജ്യവുമായുള്ള സൈനിക നടപടിക്ക് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി വേണം. ഈ അനുമതി ഇല്ലാതെയാണ് ഇറാനുമായുള്ള യുദ്ധത്തിനിറങ്ങിയത്. യുദ്ധമാവട്ടെ 144 ദിവസത്തിൽ പരം നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ്. ഫലത്തിൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ യുദ്ധത്തിനിറങ്ങി എന്ന വെല്ലുവിളി മറികടക്കാൻ 2 രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. യുദ്ധത്തെ 2 ഘട്ടമായി തിരിച്ചുകൊണ്ടാണ് നീക്കം നടത്തുന്നത്. അതിലൊന്ന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയും മറ്റൊന്ന് ഇൻ്റർനാഷണൽ ഏറ്റുമുട്ടലും എന്ന രീതിയിൽ മാറ്റിക്കൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്തിയത്. പക്ഷേ ഈ 2 കണക്കുകളും സമയോപിച്ച് ഒന്നായി തന്നെ അവതരിപ്പിക്കണമെന്ന വാദമാണ് അമേരിക്കയിൽ ഉയരുന്നത്. ചുരുക്കത്തിൽ ഈ ഏറ്റുമുട്ടലിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അമേരിക്കയ്ക്ക് വേണ്ടി വന്നത് പ്രതിദിനം $891 മില്യൺ പ്രതിദിനം ചെലവഴിച്ചിരുന്നത് എന്നാണ്. അതായത് അവർ കണക്ക് കൂട്ടിയതിനേക്കാൾ എത്രയോ ഇരട്ടി ചെലവ് ആദ്യ ദിവസങ്ങളിൽ തന്നെ ചെലവ് ചെയ്യേണ്ടി വരുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ജൂലൈ വരെയുള്ള കണക്ക് പുറത്തു വരുമ്പോൾ $37 ബില്യൺ ചെലവുണ്ടായി എന്ന ഔദ്യോഗിക സ്ഥിരീകരണം തന്നെ വരുന്നുണ്ട്. പക്ഷേ ആ കണക്ക് ഇനിയും ഉയരും എന്നതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. അതുകൊണ്ട് അമേരിക്ക പുറത്തുവിടുന്ന കണക്കുകൾ കൃത്യമല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്നത് തന്നെ ഏറെ ഞെട്ടിക്കുന്ന സാഹചര്യമാണ്. അമേരിക്കയ്ക്ക് ചുരുക്കത്തിൽ ഉണ്ടാവുന്നത് കനത്ത സാമ്പത്തിക നഷ്ടമാണ് എന്നതാണ് ഇറാൻ യുദ്ധം നീണ്ടു നിൽക്കുമ്പോഴുണ്ടാകുന്ന സാഹചര്യത്തിൽ പുറത്തുവരുന്ന കണക്ക്. ശരി സൈത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.